ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് ഞാൻ പറയണില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ചിലപ്പോൾ ഹിന്ദുസ് കാണുന്നുണ്ടാവും, ഒക്കെ ചിലവരൊക്കെ കണ്ടാവും. നിങ്ങൾ വലൈക്കും അസ്സലാം എന്ന് ഇങ്ങോട്ട് പറയണം കേട്ടോ, മനസ്സിലെങ്കിലും പറയണം. എന്താ വെച്ചിങ്ങനെ സലാം ആര് പറഞ്ഞാലും ഒന്ന് മടക്കണം. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് കാലത്ത് ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ട്, 5:30 ആകുമ്പോൾ നീച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ പണി വെച്ചെങ്കിലേ, ഇന്നലെ നമ്മൾ ദോശയ്ക്ക് മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെള്ളത്തിലൊക്കെ ഇടലൊക്കെ ഞാൻ ഇന്നലെ വീഡിയോയിൽ എടുത്തില്ലേ. അപ്പോൾ ദോശയാണ് ഇന്നത്തെ ചായക്ക് കടി. അപ്പോൾ ഒരു ദോശ ചുടുക, പോയി കിടക്കുക സോഫയിൽ. ഉറക്കം ഇങ്ങനെ വരുന്നേ ഗേസ്, എന്താണെന്നറിയില്ല. ഇപ്പോൾ നോക്കിയേ, നാളികേരം വീണത് അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നു നിങ്ങൾക്ക്. നാളികേരം ഇങ്ങനെ വീഴുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ടോ, ഒരു തോനെ ആയിട്ടുണ്ട് നാളികേരം വീണിട്ട്. ഇനിയിപ്പോൾ ഓണറെ വിളിച്ചാൽ അവരെടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ഇവർ നല്ല ഉറക്കാം. ഇവരൊക്കെ എന്താ ഭാഗ്യമല്ലേ, സുഖമായി കിടന്ന് ഉറങ്ങാം. ഇവർ ഉറങ്ങുമ്പോൾ കുശുമ്പുണ്ട് കേട്ടോ കുറച്ച്. എന്താ വെച്ചാൽ എനിക്ക് കുറച്ചായി കച്ചവടത്തിന് പോയിട്ട് കുട്ടിക്ക് വയ്യാത്ത കാരണം മനസ്സമാധാനത്തിലൊരു പണിക്ക് പോകാൻ പറ്റില്ല. എനിക്കൊരു പണി ചെയ്യാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ ഒന്ന് മാറി ഒക്കെ ഒന്ന് ഒതുങ്ങി വരുന്നുണ്ട്. പിന്നെ ഉറക്കം വന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ടില്ലേ. ഒരു ദോശ ചൂട്, എത്ര നേരം അവിടെ പോയി കിടക്കുക, ഒന്ന് ആവാറാകുമ്പോൾ വരിക, പിന്നെ ഒന്ന് മറിച്ചിടുക. അങ്ങനെ ആക്കിയിട്ട് മറിച്ചിടേണ്ട ആവശ്യമില്ല, നന്നായി മൊരിക്കൂട്ടെ ഞാൻ. അങ്ങനെ നമ്മുടെ ഒരു ഗ്ലാസ് ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഉറക്കം പോവുമല്ലോ വിചാരിച്ചിട്ട് മുഖമൊക്കെ കഴുകിയിട്ടും ഉറക്ക ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല ഗൈസ്. എന്നും കൊട്ടുവായ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്ങനെ ഉറക്കം വന്നാൽ ചെയ്യുക. ഞാൻ ഇടയ്ക്ക് വിചാരിക്കേ, അയ്യോ ഇത് സ്കൂളൊന്നും തുറക്കേണ്ടിയിരുന്നില്ല, മദർസയും തുറക്കേണ്ടിയിരുന്നില്ല, കുറേ നേരം കിടന്ന് ഉറങ്ങായിരുന്നു എന്നൊക്കെ വിചാരിക്കുക അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഈ മഴ കാരണം കൂടുതൽ. അപ്പോൾ പിന്നെന്താ, ഞാനിപ്പോൾ ബീഫ് കാണിക്കുന്നില്ലേ, അന്ന് പെരുന്നാളായിട്ട് ഞാൻ കോഴി ഇറച്ചി മേടിക്കുകയാണെങ്കിലും ബീഫ് മേടിക്കുകയാണെങ്കിലും കുറച്ച് ഞാൻ പാത്രത്തിൽ അടച്ച് വെക്കും ഫ്രീസറിൽ. അതിൻ്റെ കാര്യം തീരെ ഓർമ്മയില്ല. ഞാൻ ചട്ടിണി അടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഫ്രീസറൊക്കെ ഒന്ന് വെറുതെ തുറന്ന് നോക്കിയപ്പോൾ പാത്രത്തിൽ എന്താ നോക്കിയത്, അപ്പോൾ ഉണ്ട് കുറച്ച് ബീഫ് ഇരിക്കണു. അപ്പോൾ എന്തായാലും ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് വെക്കാം. മുരിഞ്ഞ ദോശയിലേക്ക് നല്ല ടേസ്റ്റ് അല്ലേ, ബീഫ് കൂട്ടാനും ചിക്കൻ കൂട്ടാനൊക്കെ എന്ത് കൂട്ടാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല മുരിഞ്ഞ പേപ്പർ ദോശയാണ് കേട്ടോ, നൈസായിട്ട് അങ്ങോട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിമോള് നീച്ചു, അവളെ മദ്രസയിൽ ഞാൻ പറഞ്ഞേച്ചില്ല. ഇന്നലെ ഞാൻ പറഞ്ഞേച്ചു വന്നപ്പോൾ ഭയങ്കര ചുമ. കാലത്ത് തന്നെ ഈ മഞ്ഞും തണുപ്പൊക്കെ കടിച്ച് പോയിട്ട് ഭയങ്കര ചുമയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞേച്ചില്ല, ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നീക്കുന്നുണ്ട് ഗേസ്. പൈസ നോക്ക്, വാച്ചിട്ടിട്ടാണ് കിടന്ന് ഉറങ്ങുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് അവന് വേണം കയ്യിൽ. അപ്പോൾ ഉപ്പ വന്നേക്കണു. എവിടെ ഉപ്പാട് എന്താ സുന്ദരി മോളെ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കയറി വരുന്നത്. നമുക്ക് വോയിസ് കൊടുക്കാണ്ട് ആകെ ബഹളമാണ്, മഴയുടെ സൗണ്ടൊക്കെ കാരണം. അങ്ങനെ കേട്ടോ ഇപ്പോൾ അവിടെ നിന്ന് കയറി വന്നത്. പനിക്കണമൊന്നുമില്ല, ഉഷാറായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കയറി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പാനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ പിന്നത്തെ ഒരു ദിവസം വീഡിയോയിൽ പറയാക്കാട് ഉപ്പ ഒരു പാവാണ്. ഇടയ്ക്ക് വരും, ആർക്ക് വയ്യാണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അത് കാരണം ഭയങ്കര ഇഷ്ടമാട്ടാ, ഇങ്ങനെ വരുന്നുണ്ടല്ലോ ആ ഒരു ഇത്. ഉമ്മ അങ്ങനെ വരുന്നില്ല. അപ്പോൾ എന്താ വെച്ചിങ്ങനെ ഇതാണ് ഫൈസി ഡ്രസ്സൊക്കെ മാറി. അവന് യൂണിഫോം കിട്ടി, അവൻ്റെ പുതിയ യൂണിഫോമൊക്കെ അടിച്ച് കിട്ടി. ഇപ്പോൾ ആദ്യം ട്രൗസർ എന്താ പറയുക, മുട്ടിൻ്റെ മേലായിരുന്നു. ഇപ്പോൾ നല്ല ഇറക്കത്തിൽ ട്രൗസറൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് സ്കൂളിൽ പോവാണ് അവൻ. നല്ല കനണ്ട് കേട്ടോ ബാഗ്. എന്താ ചെയ്യുക, ഒരുപാട് വിഷയം. ആകെ 3 എത്തിയിട്ടുള്ളൂ. അപ്പോഴത്തേനും എന്തോരം സബ്ജക്റ്റുകളാണെന്നറിയോ കുട്ടികൾക്ക്. അപ്പോൾ കുഞ്ഞോൾക്ക് ഉമ്മ കൊടുക്കുക, അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഉമ്മ കൊടുക്കട എൻ്റെ ഉണ്ണിക്ക്. അപ്പോൾ അവൻ ഓടി പോയിട്ട് ഉമ്മ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓടിക്കളിക്കരുത്, കുറുമ്പ് കെട്ടരുത്, ഇടി കൂടരുത്. ഇവന് ഇടി കൂടാനൊക്കെ പോവും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണ് സ്കൂളിൽ പോകുമ്പോൾ, അങ്ങനെയൊക്കെ പറയില്ലോ. അപ്പോൾ അവൻ പോയതിന് ശേഷം 10 മണിയാകുമ്പോഴാട്ടെ ഞാൻ ചായ കുടിക്കുന്നത്. വിശന്ന് വയറൊക്കെ ഇങ്ങനെ കാളി മറിഞ്ഞ് എന്നിട്ടാണ് ദോശ കഴിക്കുന്നത്. പക്ഷേ ഗ്യാസൊന്നും കയറില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വയറ് കാണുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു, തല നനച്ചങ്ങോട്ട് കുളിച്ചു, ഷാമ്പൊക്കെ ഇട്ട് തലയൊക്കെ അങ്ങോട്ട് കഴുകി. കുറച്ച് ദിവസമായി തലയൊക്കെ നനച്ചിട്ട്. അങ്ങനെ ഒരുപാട് ചളിയൊക്കെ പോയിട്ട് തല കഴുകാണ്ടേ. അപ്പോൾ അങ്ങനെ
ഇപ്പം എന്താ പട്ടിക്കുട്ടിയോട് വന്ന് കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ പിടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉമ്മാനൊന്ന് വിളിച്ചു. ഉമ്മാനെ വിളിച്ചപ്പോൾ ഉണ്ണിമോള് അല്ല കുഞ്ഞോളേനെ ഒന്ന് തല നനച്ച് കുളിക്കണം. അപ്പോൾ ഇങ്ങനെ ഇലക്കെ ഇട്ട് കുളിപ്പിക്കുമല്ലോ. അപ്പോൾ ഇക്ക ചോദിച്ചു, ഉമ്മാടുത്ത് ചോദിച്ചു നോക്കി എന്തൊക്കെ ഇല ഇട്ടിട്ട് കുളിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു പേരുടെ ഇല ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ എവിടെയോ പ്ലാവിൻ്റെ ഇലക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ ഇക്കാട് ഉപ്പൊക്കെ ഇങ്ങനെ ഇലക്കെ ഇട്ടിട്ട് പനി വന്നതിന് ഇക്കാട് ഉപ്പ് ഇങ്ങനെ ഇലയിലൊക്കെ കുറേ ഇലക്കെ ഇട്ടിട്ട് കുളിക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ ഒരു മുള്ള് പോലത്തെ ഇലയൊക്കെ ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ആ ഇലൊന്നും ഇടണില്ല. പേരയുടെ ഇല ഇട്ടാൽ മതി, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഇക്ക പേരയുടെ ഇല പൊട്ടിച്ചു. അതിൻ്റെ ഇടയിൽ ചീനമുളകും പൊട്ടിച്ചു. നല്ല മഴച്ചാറുണ്ട്, അതൊക്കെ ഇടുന്നു മൂടുന്നു കിട്ടുക. മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ ചീനമുളക് കിട്ടിയപ്പോൾ ഇക്കാക്ക് ഒരു പൂതി. ഈ കൊളസ്ട്രോളിനൊക്കെ നല്ലതാട്ടോ മോരും ചീനമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് നല്ലതാണ്. ഇതൊക്കെ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലത്ത് ഇനിയിപ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടോയെന്നൊന്നും അറിയില്ല. അത് കുടിക്കാറുണ്ട് സംഭവം. കൊളസ്ട്രോളിന് നല്ലതാട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പേരയുടെ ഇല ഞാൻ അടുപ്പൊന്നും ഇല്ലല്ലോ നമ്മളോടെ, അടുപ്പ് കത്തിച്ച് ശരിയാവില്ല. അപ്പോൾ ഞാൻ ഗ്യാസുമ്മ വെക്കട്ടെ. അതൊക്കെ ശരിക്കും അടുപ്പത്താണ് വെക്കേണ്ടത്. അങ്ങനെ അപ്പുറത്തുനിന്ന് ഇക്കാട് അങ്ങനെ വെള്ളം ചൂടാക്കി തരാറുണ്ട്. പക്ഷേ വിറകിനും ബുദ്ധിമുട്ടാണ്, ഓരോ വിറകുമില്ല. അപ്പോൾ ഞാൻ അവനെ ഇനി എന്തിനു ബുദ്ധിമുട്ടിക്കുന്ന വെച്ചിട്ട് ഒരു ലേശം വെള്ളമല്ലേ ഗ്യാസുമ്മ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച് പേരുടെ ഇലയൊക്കെ ഇട്ട് വെള്ളം വയ്ക്കുകയാണ്. അവൾക്ക് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉഷാറായിട്ടാണ്. അവൾക്ക് വിശപ്പ് കൂടിപ്പോൾ പനിയൊക്കെ വിട്ടു വായിക്കൊക്കെ രുചി വന്നപ്പോൾ വിശപ്പ് കൂടി. ഇതിപ്പോൾ എന്താ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ, നിറച്ച് മൈലാഞ്ചിയില്ലേ. എൻ്റെ വീഡിയോ ആരെ കണ്ടിട്ട് ആരും അല്ല, നമ്മുടെ ബന്ധക്കാരൻ തന്നെയാണ്. കട ഉപ്പാടെ മകൻ്റെ മോള് കുറഞ്ഞാട്ടാ. ഇത്ത വീഡിയോയിൽ പറയുന്നത് കേട്ടു മൈലാഞ്ചി കിട്ടാനില്ല എന്ന്. ഏത് വീഡിയോയിലാണ് എനിക്കൊരു പിടിയില്ല ഗൈസ്. അത് കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ കൊണ്ടുവന്ന് തന്നതാണ് മൈലാഞ്ചി. എന്തായാലും ഉപകാരമായി. അതിൻ്റെ ഇടയിൽ എൻ്റെ സ്റ്റഡി ടേബിളേ സ്റ്റാൻഡ് ഒന്ന് പൊട്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി തരികയാണ്. എന്തായാലും മൈലാഞ്ചി കിട്ടിയത് നന്നായുള്ളൂ. ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇവിടുന്ന് ഇപ്പോൾ ഇത്തിരി മൈലാഞ്ചി കിട്ടുക, വെളിച്ചെണ്ണ കാച്ചണം, എന്തായാലും കയ്യുമ്പോൾ ഒരു തൊപ്പി പോലെ ഇങ്ങനെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കൊണ്ടുവന്ന്. എന്തായാലും ഒരുപാട് താങ്ക്സ് ഇട്ടാ. അപ്പോൾ ഇനി ഇതുകൊണ്ട് നമുക്കൊരു വെളിച്ചെണ്ണ കാച്ചാണ്ട് മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ ആയിട്ടൊരു വെളിച്ചെണ്ണ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോയിൽ ഇടാട്ടോ. അപ്പോൾ ഉപ്പ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് വർത്താനൊക്കെ പറയുന്നതിൻ്റെ ഇടയിലാണ് ഉപ്പ വന്നിട്ടുണ്ട്. ഉപ്പാക്ക് ഇവിടെ നേഴ്സറിയിൽ ഇങ്ങനെ ആയുർവേദ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉപ്പ പോയിട്ട് മരുന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സ്നേഹമായിട്ട് ഉപ്പാക്ക്. ഉപ്പ എന്താ പനി വരാതിരിക്കാനുള്ള മരുന്ന് ഗുളിക ഉണ്ട്, അത് കഴിച്ചോ, എല്ലാവരും കഴിച്ചോ, പനി വരില്ല. പിന്നെ ഉപ്പാക്ക് വലിയ തേമാനത്തിന് വേണ്ടിയിട്ട് അരിഷ്ടം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ കൊടുന്ന് കാണിച്ചു തരിക ഇതൊക്കെ എങ്ങനെയൊക്കെ മോളെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ എല്ലാവരും കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ചുമയുടെ ഒരു പൊടിയില്ലേ, എന്തോ ഒരു ചൂർണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊടിയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാത്തത്. ഇക്കാച്ചിക്ക് നല്ല ചുമ ഉണ്ട്, കുട്ടികളും കഴിക്കുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ് പൊടി. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. ചുമയ്ക്ക് നല്ല കുറവുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ചൂടായി, അവളെ കൂളിയും കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച് വരുന്നുണ്ട് അൽഹംദുലില്ലാ. പിന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കുറേ സമാധാനമായിട്ടാണ്. ഇപ്പോൾ എന്താ വെച്ചിങ്ങനെ പൈസയ്ക്കും പനിയാണ് ഗെയ്സ്. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചെറിയൊരു പനിയായിട്ട് വന്നിരിക്കണം. വേറെ ഒന്നുമില്ല. എന്നിട്ട് വേഗം ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. അവന് തുമ്മൽ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ സ്കൂളിൽ പോലും വരലും ഒക്കെ അല്ലേ. അപ്പോൾ വൈറൽ പനിയാണ് ഇത്ര. അപ്പോൾ എന്താ എല്ലാവരും ശ്രദ്ധിക്കട്ടെ മക്കളേനെ. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാട്ടി അതിനുള്ള ഗുളികയൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുറവായിട്ടാണ്. അപ്പോൾ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞയച്ചാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. പ്രൈവറ്റായിട്ടാണ് പോയി കണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് ഒന്നും പോയി കാണാൻ നിന്നില്ല. പെട്ടെന്ന് അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ വൈറൽ പനി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഭക്ഷണം ഇതുവരെ കഴിക്കുക. അതിനനുസരിച്ച് എന്താ വൈറൽ പനിക്ക് കഴിക്കാനുള്ളൊരു ഗുളിക ഉണ്ട് ഇപ്പോൾ കേട്ടോ. അതൊന്ന് എഴുതി തന്നിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ അവൾക്ക് കാലത്ത് ചിക്കൻ എന്താ പറയുക ബീഫും ദോശയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഒരു കുറുമക്കറി ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം അവൾക്ക് ചോറ് വേണ്ട പറഞ്ഞിട്ട് ഗോതമ്പിൻ്റെ ദോശയും ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഒരു കുറുമക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് കാലത്ത് ഞാൻ കൊടുത്തിട്ട് അങ്ങനെ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് മാത്രം ഉമ്മച്ചി തന്നില്ല എന്താ ചിക്കൻ കൂട്ടി. അവൾ ചിക്കൻ എന്നാ പറയട്ടെ, ബീഫിനും ഒക്കെയും ചിക്കൻ തന്നെ അവൾക്ക് ചിക്കനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്തായാലും അവൾക്കൊരു ദോശയും മറ്റേ ബീഫ് കൂട്ടാനും കൊടുത്ത് അവൾ ഇന്ന് കഴിക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് നല്ല ഉറക്കം അങ്ങോട്ട് ഉറങ്ങിയിട്ടാണ്. പിന്നെ അവിടെ 12 മണിക്ക് ഉറങ്ങിയിട്ട് 1:30 കഴിഞ്ഞിട്ട് നീക്കണം തന്നെ ഇല്ല ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തട്ടി നീച്ചിട്ടാണ് ചോറൊക്കെ കൊടുത്തത്. ഭയങ്കര ഉറക്കത്താലൊക്കെ നനച്ചങ്ങോട്ട് കുളിച്ചപ്പോൾ ഭയങ്കരമൊക്കെ സുഖമായി.
അപ്പോൾ അവൾക്ക് നല്ല ഉറക്കം അങ്ങോട്ട് കിട്ടി. അല്ലെങ്കിൽ ഉറക്കം തന്നെ പണിയായിരുന്നു, നേരെ ഉറക്കം. എന്താ വെച്ചെങ്കിൽ ഈ മഴ ഇതൊക്കെ അല്ലേ, ഇങ്ങനെ ചുരുണ്ട് കിടക്കല്ലേ. പിന്നെ ഭയങ്കര മടിയായിട്ടാ, സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായി. സ്കൂളിലേക്ക് പോകണം എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോൾ അവൾ കുഴഞ്ഞു കിടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴയൊന്നും വേണ്ട, ഈ 2 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി, ഈ ഉഷാറിലിരിക്കുമെന്ന് പറഞ്ഞിട്ട് സമാധാനത്തിലാക്കിയിട്ടാണ്. അവൾക്ക് സ്കൂളിൽ പോകാൻ ഇപ്പം ഇത്തിരി മടിയായിക്കണു. എഴുതാൻ എടുക്കെത്തിയാട്ടാ, എഴുതാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് എഴുതിക്കോളും, എത്ര വേണമെങ്കിലും ഇരുന്ന് എഴുതും. അത് ടീച്ചറും പറയൂട്ടാ, എത്ര വേണമെങ്കിലും എഴുതിക്കോളൂ പൈസ എന്ന് പറയൂട്ടോ ടീച്ചർ. അങ്ങനെയൊക്കെ അത് മൈലാഞ്ചി ഇങ്ങനെ ഊരിൻ്റെ എന്താ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ അതിങ്ങനെ കെട്ടി അങ്ങനെ ഉറയിലാക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ കേട് വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളൂടെ ആവശ്യമുണ്ട് എണ്ണ കാച്ചാൻ. നമുക്ക് വഴിയെ വീഡിയോയിൽ പറയാം കേട്ടോ, വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാവരും തേക്കണം. അപ്പോൾ മുടിയൊക്കെ നല്ല ഉള്ളു വരും, പിന്നെ മുടി നന്നായി കറുക്കും. അപ്പോൾ നോക്കിയേ, നല്ല മഴ, എന്തും മഴ, ഇന്ന് മഴ തന്നെ മഴ. ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട്. ഇന്ന് വെയിൽ ഇറക്കി വെച്ചെങ്കിൽ എന്നാൽ അത് വെയിലത്ത് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് വെയിൽ തന്നെ ഇല്ല. ഇന്ന് ഇതാ മീത കൊണ്ടുപോയിട്ടുണ്ട് മുകളിൽ പോയിട്ട്. കുറേ തലയിലിടുന്ന ഷാളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ അതവിടെ കൊണ്ടുപോയിട്ട് വിട്ടോ. വെയിൽ ഇറക്കിന് കാണാനില്ല. ഇപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ ഇക്കാടെ ഇക്ക ചെയ്ത പണി തന്നെ കേട്ടോ. അങ്ങനെ മഴവെള്ളം കിണറ്റിക്കാക്കുക, അത് ശരിക്കും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് ശരിക്കൊക്കെ കെട്ടി. ഇപ്പോൾ ശരിക്കും അടിപൊളിയായിട്ട് കിണറ്റിക്ക് വീഴുന്നുണ്ട് വെള്ളം. ഇപ്പോൾ കിണറ്റിൽ തോനെ വെള്ളമായിട്ട് ഗെയ്സ്. ഇപ്പം എല്ലാവരോടെയും ആയിട്ടുണ്ടാവില്ലേ, കിണറ്റിലൊക്കെ നിറച്ച് വെള്ളമായിട്ടുണ്ടാവും. പക്ഷേ വെള്ളം ആ തിളപ്പിച്ചാറി കുടിക്കണം എന്നൊക്കെ തന്നെ പറയുക. അപ്പോൾ ഞാൻ പച്ചവെള്ളമൊക്കെ തന്നെ എടുത്ത് മുക്കി കുടിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ മഴയൊക്കെ ഒന്ന് പോയി വീഡിയോ ഒക്കെ എടുത്തു. നല്ല മഴ കണ്ടപ്പോൾ പോയി എടുത്തതാട്ടോ. ഇനിയിപ്പോൾ ഇതെന്താ, മോരുകൂട്ടാനാണ് വെക്കുന്നത്. മോരുകൂട്ടാൻ ചീനമുളക് കുറച്ച് കിട്ടിയിട്ടുണ്ട്, ചീനമുളക് ഇട്ടിട്ട് വെക്കാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടാൻ. അല്ല ഗെയ്സ്, നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യുക? നിങ്ങളൊന്നും ലൈക്ക് ചെയ്യണില്ല, ഞാൻ തളർന്ന് പോണു ഗെയ്സ്. ഒന്ന് ലൈക്ക് ചെയ്തൂടെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടൂടെ വീഡിയോ കാണുന്നവർക്ക്. ഈ ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ എന്ന് മനസ്സിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണ്ടാണോ എൻ്റെ വീഡിയോ വിശേഷങ്ങളൊന്നും ഇഷ്ടമാവാണ്ടാണോ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ലൈക്ക് ചെയ്യാത്തത്? അതോ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ഇടുക. നിങ്ങൾ എന്നെ തളർത്തല്ലേ കേട്ടോ പ്ലീസ്. അപ്പോൾ എന്താ, മീൻ പൊരിക്കാൻ ഇന്നലെ ചാള കിട്ടിയതൊക്കെ ഒന്ന് വരച്ച് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ചട്ടിക്ക് പാകമായിട്ടുള്ള മൂടി കിട്ടിയിട്ട് അത് എൻ്റെ ഉമ്മ തന്നതാണ്. ഞാനേ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ മറ്റേ ദോശ ചൂടുന്ന പാനും വെച്ചിട്ടാണ് മൂടുന്നത്. അപ്പോൾ ഉമ്മക്ക് അത് വീഡിയോയിൽ കണ്ടിട്ട് പാവമായിട്ട് ഞാൻ അന്ന് പെരുന്നാളിന് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ അവിടെ നിൽക്കുന്ന ഈ തട്ട് കൊണ്ടുപോയിക്കും, അവിടെ കുറേ തട്ടുണ്ടേ. അപ്പോൾ ഈ ഇത് കൊണ്ടുവയ്ക്കോ ചട്ടി മൂടുന്ന കണ്ടിട്ടേ. എന്നിട്ടും ആ ചട്ടിയിലൊരു പാകമല്ല കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തപ്പി പിടിച്ചിട്ട് ഒരു ചട്ടി കിട്ടിയെന്ന്, ആ ചട്ടിക്ക് കറക്റ്റായിട്ട് പാകമായിട്ട് കിട്ടിയിട്ടാണ്. അപ്പം ഉമ്മ ഇന്ന് എന്നോട് പറയുക, ആ ചട്ടിക്ക് പാകമായിട്ട് തന്നെ ആ മൂടി കിട്ടിയില്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കുകയാണ് ഉമ്മ. അപ്പം അങ്ങനെ ചട്ടിക്കൊരു മൂടിയായി. പിന്നെന്താ, ഇതെന്താ വെച്ചെങ്കിൽ പെൺകുട്ടികളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ കുറി ചെയ്തേട്ടാ. അപ്പോൾ ഉണ്ണിമോളുടെ പേരിൽ മൂത്തോളുടെ പേരിൽ ചേർന്ന് ഇങ്ങനെ അടച്ചേരുന്നത് തന്നെ. പിന്നെ അത് അവിടെ പകുതിക്ക് അങ്ങോട്ട് ഇട്ടു. ഇപ്പോൾ അത് കുഞ്ഞോളുടെ പേരിലും ചേരുന്നുണ്ട്. എന്തെങ്കിലും അവരെ കല്യാണം കഴിക്കാറൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടു വെച്ചിട്ട് ഇടണതാട്ടാ. അപ്പോൾ ഇത് മുടങ്ങാണ്ട് അടച്ച് പോകണമെന്നുണ്ട്. ഉണ്ണിമോളെ കുറച്ച് അടച്ചപ്പോൾ അത്യാവശ്യം അടച്ചിട്ടുണ്ട്, പിന്നെ അത് അടയ്ക്കലൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതും കൂടി ചേർന്നിട്ട് ഒപ്പം അടയ്ക്കുക വെച്ചിട്ടാണ്. കല്യാണം ആയില്ലെങ്കിലും പഠിപ്പിക്കാനെങ്കിലും കാശ് കിട്ടില്ല. കല്യാണമൊന്നും അങ്ങനെ ചിന്തിക്കണില്ല കേട്ടോ, ഭാവി കാര്യങ്ങളൊന്നും ചിന്തിക്കണില്ല. മക്കളെ നന്നായി പഠിപ്പിക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. ഇന്നെ കൊണ്ട് എന്നെ ഒന്നും പറ്റിയിട്ടില്ല, എനിക്ക് തന്നെ ഒന്നും ആവാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഒരാഗ്രഹം മക്കളിലൂടെ നേടണമെന്നുണ്ട് കേട്ടോ ഗെയ്സ്. അപ്പോൾ അവരെ നന്നായി പഠിപ്പിക്കണം എന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കൂട്ടാനായി. എൻ്റെ പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി ചോറ് കഴിക്കുകയാണ്. കുഞ്ഞോള് സോഫയിൽ കിടന്ന് നല്ല ഉറക്കാം. അപ്പോൾ ഞാനും ഇക്കും കൂടി ചോറ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഞാൻ മാങ്ങച്ചാറ് വേണമെന്നാണ് ചോദിക്കണത്. അപ്പോൾ മാങ്ങച്ചാറ് വേണ്ട പറഞ്ഞിട്ട് ലാസ്റ്റ് ചോറ് കഴിക്കൽ കയ്യാറായപ്പോൾ ഇന്ത്യക്ക് തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. ആദ്യം വേണ്ട പറയും, എന്നിട്ട് പിന്നെ ഇന്ത്യക്ക് നിന്ന് എടുത്ത് കഴിക്കൂട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉപ്പ കൊടുന്ന ആ പൊടിയില്ലേ, അതെടുത്ത് കഴിക്കാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ട്. ചുമ നല്ല കുറവുണ്ട് കേട്ടോ ഗൈസ്, നല്ല കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.